ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്ക് പി എസ് സി. ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ സെറ്റ് 2 ആണ്. സെറ്റ് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് 2 ആണ്. അപ്പോൾ ഇത് നമുക്ക് 2 സെറ്റ് മാത്രമല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ നിർത്തിച്ച് കാണുക. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു ലേബിൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ക്യാമ്പ് എന്നുള്ള ലേബിളിന് ഞാൻ രണ്ടാമത്തെ വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മെക്കാനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക, അപ്കമിങ് വീഡിയോസ് കിട്ടണം. അതുപോലെ ഒരു ബുക്കും പെന്നും എടുത്ത് വെക്കുക, ഓപ്ഷൻസ് എഴുതി വെക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഹാസ് മാക്സിമം സ്ലാക്ക്, മിനിമം സ്ലാക്ക്, സീറോ സ്ലാക്ക്, ആവറേജ് സ്ലാക്ക്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സീറോ സ്ലാക്ക് ആണ്. ഓക്കെ, ഇപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി സ്ലാക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് മാനേജ്മെൻറ്റ് സൈഡിൽ, ഇപ്പോൾ നമുക്ക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാനേജ്മെൻറ്റ് സൈഡിൽ വരുന്ന ഒരു ഭാഗമാണ്. അതിൽ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് CPM ആൻഡ് PERT. ഓക്കെ, എഴുതി വെച്ചോ, CPM ആൻഡ് PERT. CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്. ഇതാണ് CPM PERT. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സാണ് CPM ആൻഡ് PERT. അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നതാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ A ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, F ആണ് ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ എന്താണ് ഒരു കൺസ്ട്രക്ഷൻ ആണെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അതിൽ വരുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കുറച്ച് സിമെൻറ്റ് കൊണ്ടുവരാനുണ്ടാവും, കുറച്ച് കമ്പി കൊണ്ടുവരാനുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാനുണ്ടാവും. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ചേർന്നാണ് ഒരു പ്രൊജക്റ്റ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടിവിറ്റി ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെങ്കിൽ കുറേ റൂട്ട്സ് ഉണ്ടാവും, ഒരുപാട് റൂട്ട്സ് ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന റൂട്ടാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എയിൽ നിന്നും എഫിലെത്താൻ ABDF ഉണ്ട്, ABEF ഉണ്ട്, ACEF ഉണ്ട്. അങ്ങനെ 3 പാത്തുകളുണ്ട്. അതിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്താൽ ഇപ്പോൾ A മുതൽ B വരെ എടുക്കുകയാണെങ്കിൽ 5 ആഴ്ച വേണം. ഓക്കെ, എയിൽ നിന്നും ബിയിലെത്താൻ 5 ആഴ്ച വേണം. ബിയിൽ നിന്നും D എത്താൻ 2 ആഴ്ച വേണം. അതാണ് ഇവിടെ ഈ ടൈം കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ABEF കണ്ടോ, ഇവിടെ ABEFന് 14 ആഴ്ച വേണം. ABDFന് 10 ആഴ്ച മതി. ACEFന് 12 ആഴ്ച മതി. ഓക്കെ, അപ്പോൾ ഈ 14 ആഴ്ച എടുക്കുമ്പോൾ അതാണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്തിൽ എന്തുണ്ടാവില്ല, സ്ലാക്ക് ഉണ്ടാവില്ല. അതാണ് ചോദിച്ചത്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഹാസ് സീറോ സ്ലാക്ക്. അതായത് ഇപ്പോൾ ABDF ആണെങ്കിൽ അവിടെ 10 ആഴ്ച മതി. അതായത് 4 ആഴ്ച അവിടെ വെറുതെ ഇരിക്കുകയാണ്. എന്നിരുന്നാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം ABEF ആയാലേ നെറ്റ്വർക്ക് പൂർത്തിയാകുള്ളൂ. അതുകൊണ്ട് ഇവിടെ 4 ആഴ്ച സ്ലാക്കാണ്, കണ്ടില്ലേ. അപ്പോൾ 4 ആഴ്ച കുറഞ്ഞാലും 4 ആഴ്ച വെയിറ്റ് ചെയ്താലും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയാലും ലേറ്റ് ആയിട്ട് തുടങ്ങിയാലും കുഴപ്പമില്ല ഈ ഒരു ഭാഗത്തിന്, ABDFനും ACEFനും. പക്ഷേ ABEFന് ലേറ്റ് ആവാൻ പാടില്ല, അവിടെ സ്ലാക്ക് ഉണ്ടാകില്ല. അതാണ് സ്ലാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ പാത്താണെങ്കിൽ സ്ലാക്ക് ഉണ്ടാകില്ല. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്യാം ഷാഫ്റ്റ് ഓഫ് എ 4-stroke ഡീസൽ എഞ്ചിൻ റണ്ണിങ് അറ്റ് 1000 RPM വിൽ റൺ അറ്റ് 500 RPM, 1000 RPM, 2000 RPM, 4000 RPM. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 500 RPM ആണ്. ക്രാങ്ക് ഷാഫ്റ്റ് 1000 RPM കറങ്ങുകയാണെങ്കിൽ ക്യാം ഷാഫ്റ്റ് 500 RPM കറങ്ങുക. 1:2 ആണ്. ഓക്കെ, കണ്ടില്ല, ഇവിടെ ഒരു താഴെ കാണുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഈ വലിയ ഗിയറാണ് ക്യാം ഷാഫ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ 1000 RPM കറങ്ങുകയാണെങ്കിൽ ഇത് 500 RPM കറങ്ങുക. അതാണ് ഇവിടെ റേഷ്യോ കാണിച്ചത്. ഓക്കെ, 2:1 എന്നുള്ളൊരു റേഷ്യോ കാണിച്ചത്. നെക്സ്റ്റ്, ദ മെയിൻ കോസ് ഫോർ ദ ചേഞ്ച് ഇൻ എഞ്ചിൻ ഓയിൽ വിസ്കോസിറ്റി ഇസ് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, വൈബ്രേഷൻ, കണ്ടാമിനേഷൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ചേഞ്ച് ചെയ്യും. എങ്ങനെ? ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ചെയ്യുന്നതിനുള്ള ഒരു ഒപ്പോസിഷൻ. ഇപ്പോൾ നമ്മൾ തേൻ എടുക്കുകയാണെങ്കിൽ തേൻ ഒഴിക്കുമ്പോൾ വളരെ മെല്ലെ ഒഴുകുള്ളൂ അല്ലേ, കാരണം അത്ര റെസിസ്റ്റൻസ് ഉണ്ട് അതിന്.
അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ വാട്ടറിന് വിസ്കോസിറ്റി കുറവാണ്, വാട്ടർ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഒഴുകും. ഇപ്പോൾ മണ്ണെണ്ണയാണെങ്കിൽ അതിനേക്കാളും വിസ്കോസിറ്റി കുറവാണ്, മണ്ണെണ്ണ കുറേ കൂടെ ഫ്രീ ആയിട്ട് ഒഴുകും. ഇപ്പോൾ നിങ്ങൾ ടാറൊക്കെ എടുക്കുകയാണെങ്കിൽ ടാറൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഉരുക്കും അല്ലേ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് അതിനെ ഉരുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അതിൻ്റെ ഒഴുകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി എന്താവും, കുറയും, അപ്പോഴാണ് അത് ഒഴുകുക. ഓക്കെ, അപ്പോൾ എഞ്ചിൻ ഓയിൽ വിസ്കോസിറ്റി കുറയാനുള്ള മെയിൻ കാരണം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി? ഫോഴ്സ്, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ. അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് സ്പീഡാണ്. ഓപ്ഷൻ ബി സ്പീഡാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സ്കേലാർ, എന്തൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് നോക്കാം. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു അളവ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവും ദിശയും ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ലെങ്ത് നമ്മൾ എങ്ങനെയാ പറയാ, 5 സെന്റിമീറ്റർ. ഏരിയ എങ്ങനെയാ പറയാ, 100 മീറ്റർ സ്ക്വയർ അല്ലെ. വോളിയം എങ്ങനെയാ പറയാ, 1000 മീറ്റർ ക്യൂബ്. അവിടെ വാല്യൂ മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. പക്ഷെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുകയാണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ അവിടം വരെ പോകാനുള്ള ദൂരം, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ ഡയറക്ഷൻ ഉണ്ടാവും, സ്കെയിലർ ക്വാണ്ടിറ്റിയിൽ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊഫൈൽ ഓഫ് എ ഗിയർ ടീത്ത് ഇസ് ഇൻ ദ ഫോം ഓഫ് പാരബോള, ഇൻവല്യൂട്ട്, സ്പൈറൽ, ഹെലിക്സ്. അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഇൻവല്യൂട്ട് ആണ്. ഒരു ഗിയർ ടീത്തിന്റെ പ്രൊഫൈൽ നമുക്ക് നോക്കാം. ഇതാണ് ഗിയർ ടീത്തിന്റെ പ്രൊഫൈൽ. ഗിയർ ടീത്തിന്റെ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഫൈലാണ് നമ്മൾ ഇൻവല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവല്യൂട്ട് ഫോമിലായിരിക്കും ഗിയർ ടീത്തിന്റെ പ്രൊഫൈൽ ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് സ്റ്റാൻഡേർഡ് കോർഡിനേറ്റ് സിസ്റ്റം ഫോർ NC CNC മെഷീൻസ്? കാർട്ടീഷ്യൻ, സിലിണ്ടറിക്കൽ, പോളാർ, ഓൾ ഓഫ് ദീസ്. നമ്മൾ CNCയിൽ യൂസ് ചെയ്യുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്? കണ്ടോ, XYZ ലീനിയർ ആയിട്ടുള്ള ചേഞ്ചസ്, അതാണ് കാർട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ. സിലിണ്ടറിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം കേവ് ആയിരിക്കും, സ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ 3 ഭാഗം കേവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ CNCയിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ Xൽ ഇത്ര, Yൽ ഇത്ര, Zൽ ഇത്ര mm എന്നാണ് പറയാം. ഓക്കെ, Xൽ 5 mm, Yൽ 2 mm എന്നൊക്കെയാണ് പറയാം. അപ്പോൾ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് എക്സോസ്റ്റ് മാനിഫോൾഡ് ഇൻ V6 എഞ്ചിൻസ് ആർ 1, 2, 4, 8. V6 എഞ്ചിനിൽ 2 എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, V6 എഞ്ചിനിൽ 2 എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടാവും. സോ കറക്റ്റ് ആൻസർ ഇസ് 2. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റന്റ് പാരാമീറ്റർ ഇൻ CNC ആക്സിസ് മോട്ടോർ ഇസ് സ്പീഡ്, പവർ, കറന്റ്, ടോർക്ക്. CNC മോട്ടറിന്റെ കോൺസ്റ്റന്റ് പാരാമീറ്റർ എന്താണെന്നാണ് ചോദിക്കുന്നത്. സ്പീഡ് ഉണ്ട്, പവർ ഉണ്ട്, കറന്റ് ഉണ്ട്, ടോർക്ക് ഉണ്ട്. അതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടോർക്ക്. CNC മോട്ടറിൽ ടോർക്കിന് വ്യത്യാസം ഉണ്ടാവില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ബാക്കി സ്പീഡ്, പവർ, കറണ്ട് ഒക്കെ വേരിയബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പാരിറ്റീവ് സ്കെയിൽ ഇസ് എ പെയർ ഓഫ് സ്കെയിൽ ഹാവിംഗ് കോമൺ യൂണിറ്റ്സ്, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, ലെങ്ത് ഓഫ് സ്കെയിൽ, ലീസ്റ്റ് കൗണ്ട്. അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. കമ്പാരിറ്റീവ് സ്കെയിലിൽ 2 സ്കെയിലും കോമൺ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആയിരിക്കും. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓൺ മാപ്പ് ടു ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട്. നമ്മൾ വീടൊക്കെ വരയ്ക്കുമ്പോൾ എങ്ങനെ ചെയ്യുക, ഒരു ഷീറ്റിൽ ഇപ്പോൾ ചിലപ്പോൾ 1:100 എന്നൊക്കെ ആയിരിക്കും പറയുക അല്ലേ. അതായത് ഷീറ്റിൽ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഗ്രൗണ്ടിൽ ആ വീടിന്റെ ആക്ച്വലിൽ 100 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ സ്കെയിലിംഗ് എന്നൊക്കെ പറയുന്നത്. അതിനാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ് സ്കെയിലിൽ ഒരു പെയർ ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 2 സ്കെയിൽ ഉണ്ടാവും. 2 സ്കെയിലും റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ കോമൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ജിഗ്സ് ആർ യൂസ്ഡ് ടു ഹോൾഡ് ആൻഡ് ലൊക്കേറ്റ് എ വർക്ക് പീസ് ആൻഡ് ഗൈഡ്സ് കട്ടിംഗ് ടൂൾ ടു ചെക്ക് ആക്യുറസി ഓഫ് വർക്ക് പീസ്. ഓൺലി ഹോൾഡ് ദി വർക്ക് പീസ്, ഹോൾഡ് ആൻഡ് ലൊക്കേറ്റ്സ് വർക്ക് പീസ് ഡ്യൂറിങ് ഇൻസ്പെക്ഷൻ. കറക്റ്റ് ആൻസർ ഹോൾഡ് ആൻഡ് ലൊക്കേറ്റ്സ് വർക്ക് പീസ് ആൻഡ് ഗൈഡ്സ് കട്ടിംഗ് ടൂൾ. ജിഗ് എന്ന് ചെയ്യുന്നത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നു, ലൊക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ കട്ടിംഗ് ടൂളിനെ ഗൈഡ് ചെയ്യുന്നു. എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ജിഗും ഫിക്സറും തമ്മിലുള്ളൊരു വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ ജിഗ് എടുത്തു കഴിഞ്ഞാൽ ജിഗ് എന്താ ചെയ്യുന്നത്, വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നു, ലൊക്കേറ്റ് ചെയ്യുന്നു, ടൂളിനെ കണ്ടില്ലേ ഗൈഡ് ചെയ്യുന്നു, കണ്ടില്ലേ ടൂളിനെ ഗൈഡ് ചെയ്യുന്നു, ഈ ലൈൻ കാണിച്ചു കൊടുക്കുന്നു. ഫിക്സറിൽ ആ സാധനം ഇല്ല അല്ലേ, ആ മുകളിലത്തെ ഒരു ഭാഗം ഇല്ല. അതായത് ഫിക്സർ ടൂളിനെ ഗൈഡ് ചെയ്യുന്നില്ല.
ബാക്കി വർക്ക് പീസിനെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, ഡൈ ഇലക്ട്രിക് ഇസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്, അൾട്രാസോണിക് മെഷീനിങ്, ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്, ലേസർ മെഷീനിങ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനാണ് കേട്ടോ. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങും അൾട്രാസോണിക് മെഷീനിങ്ങും ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്ങും ലേസർ മെഷീനിങ്ങും ഒക്കെ എന്ന് പറഞ്ഞാൽ അൺകൺവെൻഷണൽ മെഷീനിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. കൺവെൻഷണൽ മെഷീനിങ് എന്ന് പറഞ്ഞാൽ ലെയ്ത്ത്, മില്ലിങ്, ഷേപ്പർ, സ്ലോട്ടർ ഇതൊക്കെയാണ്. അതായത് ടൂളും വർക്ക് പീസും ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാകും. അൺകൺവെൻഷണൽ മെഷീനിങ് എന്ന് പറഞ്ഞാൽ അവിടെ ടൂളും വർക്ക് പീസും ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാകില്ല. ഓക്കെ, there will be no direct contact between tool and workpiece. ഹൈ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ അൺകൺവെൻഷണൽ മെഷീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊന്നാണ് ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്. അതിലാണ് ഡൈ ഇലക്ട്രിക് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു ടൂളും വർക്ക് പീസും ആണ്. അതൊരു ഡൈ ഇലക്ട്രിക് ലിക്വിഡ് ആയിട്ടുള്ളൊരു ടാങ്കിലാണ് ഇത് ഡിസ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ കറണ്ട് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഡൈ ഇലക്ട്രിക്കിൽ ചെറിയൊരു സ്പാർക്ക് ജനറേഷൻ സംഭവിക്കും. ഇവിടെ ടൂളും വർക്ക് പീസും തമ്മിൽ ചെറിയൊരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യും. അവിടെ എന്ത് സംഭവിക്കും? ഈ ടൂളിൻ്റെ അതേ ഷേപ്പ് വർക്ക് പീസിൽ ഈ ഒരു ഷേപ്പിൽ ഫോം ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂളിൻ്റെ ഷേപ്പ് എന്താണോ അതായിരിക്കും വർക്ക് പീസിൽ വരുന്ന ഷേപ്പ്. അപ്പോൾ ഈ ഡൈ ഇലക്ട്രിക് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്ങിലാണ്. ഈ കെമിക്കൽ മെഷീനിങ്ങിൽ ആണെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ സാധാരണ ആനോഡ് കാത്തോഡ്, ഇതാണ് ആനോഡും കാത്തോഡും. വർക്ക് പീസ് ആനോഡ്, ടൂള് കാത്തോഡ് വെച്ചിട്ട് ഇലക്ട്രോലൈറ്റ് പ്രോസസ്സിലൂടെ മെഷീനിങ് നടക്കുന്നു. അതുപോലെ പിന്നെ അൾട്രാസോണിക് മെഷീനിങ് ആണെങ്കിൽ ഒരു അബ്രാസീവ് സ്ലറി, കണ്ടല്ലോ നമ്മൾ ഗ്രൈൻഡിങ് വീലൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് അബ്രാസീവ് അല്ലേ, അതിന് സ്ലറി ഒരു കുഴങ്ങനെ പോലെ, ഓക്കെ, ഒരു പേസ്റ്റ് പോലെ, അതിലാണ് വർക്ക് പീസും ഈ ടൂളും കൂടെ മുക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കും? വൈബ്രേഷൻ കൊടുക്കും. വൈബ്രേഷൻ കൊടുക്കുമ്പോൾ ആ അബ്രാസീവ് സ്ലറിയാണ് വർക്ക് പീസിൻ്റെ മുകളിൽ പോയിട്ട് ഉരയ്ക്കുന്നത്. ടൂളും വർക്ക് പീസും തമ്മിൽ കോണ്ടാക്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ ടൂളിൻ്റെ ഫോം തന്നെ എവിടെ ഉണ്ടാവും? വർക്ക് പീസിന് ഫോം ആയിട്ട് വരും. അതാണ് അൾട്രാസോണിക് മെഷീനിങ്. അപ്പോൾ അൾട്രാസോണിക് മെഷീനിങ്ങിൽ എന്താ ഉള്ളത്? അബ്രാസീവ് സ്ലറി. ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിൽ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്ങിൽ ഡൈ ഇലക്ട്രിക്. ഓക്കെ, ഇപ്പോൾ ലേസർ മെഷീനും കൂടെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ലേസർ ബീം ആയിരിക്കും ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ ഫിഗർ കാണിച്ചില്ല എന്നേ ഉള്ളൂ. അടുത്ത ദിവസം, ബ്രാസസ് ആൻഡ് ബ്രോൺസസ് ആർ വെൽഡഡ് യൂസിങ് ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം, റിഡ്യൂസിങ് ഫ്ലെയിം. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. ഓക്കെ, അതായത് ഓക്സി അസറ്റിലിംഗ് വെൽഡിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ കട്ടിങ്ങിൽ വരുന്ന 3 ഫ്ലെയിംസ് ആണ് കാർബറൈസിങ്, ഓക്സിഡൈസിങ്, റിഡ്യൂസിങ്. ഓക്കെ, അതിൽ ഓക്സിഡൈസിങ് ഫ്ലെയിം യൂസ് ചെയ്തിട്ടാണ് ബ്രാസും ബ്രോൺസും ഒക്കെ വെൽഡ് ചെയ്യുക. ഓക്കെ, ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്, ഏതൊക്കെ ഫ്ലെയിംസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. അടുത്തത്, ഫീഡ് ഇൻ ലേറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ mm/degree, mm/revolution, RPM, mm. എന്താണ് ഫീഡ്? കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഫീഡ് എന്ന് പറഞ്ഞാൽ mm/revolution ആണ്. ഒരു റെവല്യൂഷനിൽ എത്ര പോയി ആ ടൂള് അഡ്വാൻസ് ആയി, അതാണ് ഫീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറഞ്ഞാൽ ആയിരിക്കും കേട്ടോ, എത്ര ഡെപ്തിലാണ് എടുത്തു പോയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂസിയസ് ഐക്കൺ ഇൻ CAD റെപ്രസെൻറ്റ്സ് ദ ഇന്റർസെക്ഷൻ ഓഫ് X and Y axis, Y and Z axis, X and Z axis, X, Y and Z axis. അതിൻ്റെ കറക്റ്റ് ആൻസർ X, Y and Z axis ആണ്. UCS ഐക്കൺ, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം, അതാണ് UCS. ഓക്കെ, ഒരു ഓട്ടോകാഡ് ഫിഗർ വരയ്ക്കുമ്പോൾ UCS ഐക്കൺ ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സും വൈയും സെഡും ചേർന്നിട്ടുള്ള ഒരു ഇന്റർസെക്ഷനാണ് ഈ ഒരു UCS ഐക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, എ നോച്ച് ഇസ് യൂസ്ഡ് ടു മെഷർ പ്രഷർ ഓഫ് ലിക്വിഡ്, ഡിസ്ചാർജ് ഓഫ് ലിക്വിഡ്, വെലോസിറ്റി ഓഫ് ലിക്വിഡ്, വോളിയം ഓഫ് ലിക്വിഡ്. എന്താണ് നോച്ച് എന്ന് യൂസ് ചെയ്യുന്നത്? ഡിസ്ചാർജ് അളക്കാൻ അല്ലേ. ഡിസ്ചാർജ് അളക്കാനുള്ള വേറെ എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ട്? നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഓറിഫൈസ് മീറ്റർ, വെഞ്ചുറി മീറ്റർ, നോച്ച്, വെയർ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്ചാർജ് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പ്രഷർ ആണെങ്കിലോ മാനോമീറ്റർ, ബാരോമീറ്റർ, പീസോമീറ്റർ, അങ്ങനെ അല്ലേ. മാനോമീറ്റർ തന്നെ ഇൻവേർട്ടഡ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഡിഫറൻഷ്യൽ ഉണ്ട്, അങ്ങനെ അതിൽ കുറേ വകഭേദങ്ങളുണ്ട്. വെലോസിറ്റി ആണെങ്കിലോ, വെലോസിറ്റി അളക്കുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്? പിറ്റോട്ട് ട്യൂബ്. ഓക്കെ, നമുക്ക് നോച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് റെക്ടാങ്കിൾ നോച്ച്. ഓക്കെ, ഒരു ഓപ്പണിങ്,
ഒരു ഓപ്പൺ ചാനൽ കൊടുക്കുന്ന സാധനമാണ് ഈ നോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഓറിഫൈസ് ആണെങ്കിൽ വെഞ്ചുറി ആണെങ്കിൽ ക്ലോസ്ഡ് പൈപ്പിനുള്ളിലാണ് കൊടുക്കുക. ഈ ഒരു നോച്ചും വെയറും രണ്ട് ഒരേ സാധനം തന്നെയാണ്. നോച്ച് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുക. വെയർ എന്ന് പറഞ്ഞാൽ ഒരു മേസണറി വർക്കാണ്. ഓക്കെ, മേസണറി വർക്കിൽ ഉണ്ടാക്കുന്ന സാധനമാണ് വെയർ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ നോച്ചും പിന്നെ ഒരു വി നോച്ച് ഉണ്ട്, അതേപോലെ ട്രപ്പിസോയിഡൽ നോച്ചൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത്, വെൻ എ സ്പ്രിംഗ് ഓഫ് എ വാച്ച് ഇസ് ബൗണ്ട് ഇറ്റ് വിൽ പൊസസ് സ്ട്രെയിൻ എനർജി, കൈനറ്റിക് എനർജി, ഹീറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി. ഒരു വാച്ച് വൗണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് എനർജി ഉണ്ടാവുക? സ്ട്രെയിൻ എനർജിയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വാച്ചിൻ്റെ ആ ഒരു സൂചി ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് എന്തുണ്ടാവും? അവിടെ ഉള്ളിൽ ആ സ്പ്രിങ്ങിന് ഡിഫോർമേഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെയിൻ എനർജീനെ കൊണ്ടാണ് പിന്നെ സമയം ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ, മൂവിങ് ആയിട്ടുള്ള ഒരു എനർജീനെയാണ് നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ഹീറ്റും ഇലക്ട്രിക്കൽ എനർജി ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ സ്ട്രെയിൻ എനർജിയാണ് യൂസ് ചെയ്യുക കേട്ടോ. കറക്റ്റ് ആൻസർ സ്ട്രെയിൻ എനർജിയാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇംപ്യൂരിറ്റി ഇൻ കാസ്റ്റ് അയൺ മേക്സ് ഇറ്റ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ? കാസ്റ്റ് അയണിലുള്ള എന്ത് എലമെന്റിനെ കൊണ്ടാണ് അത് ഹാർഡും ബ്രിട്ടിലും ആവുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ സിലിക്കൺ, സൾഫർ, മാംഗനീസ്, ഫോസ്ഫറസ് 4 ഓപ്ഷൻ ഉണ്ട്. അതിന്റെ കറക്റ്റ് ആൻസർ എന്നാൽ സൾഫർ ആണ്. ഓക്കെ, കാസ്റ്റ് അയണിലുള്ള സൾഫർ എന്നുള്ള എലമെന്റിന്റെ പ്രസൻസ് കൊണ്ടാണ് അത് ഹാർഡും ബ്രിട്ടിലും ആവുന്നത്. കാസ്റ്റ് അയണിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഹാർഡും ബ്രിട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, മൈൽഡ് സീ എന്ന് പറഞ്ഞാൽ അത് ഡക്റ്റൈൽ ആണ്, സോഫ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അയൺ presence of carbon in free form is called ഫെറൈറ്റ്, ഗ്രാഫൈറ്റ്, പിയർലൈറ്റ്, സിമന്റൈറ്റ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അയണിൽ കാർബൺ ഫ്രീ ആയിട്ട് കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രാഫൈറ്റ് എന്നാണ് വിളിക്കുക. ഇനി ഫെറൈറ്റും പിയർലൈറ്റും സിമന്റൈറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ മിക്സ്ചർ ആയിട്ടാണ് കാണുക. ഓക്കെ, കാർബണിന്റെ സോളിഡ് സൊല്യൂഷൻ, ഇൻഡസ്ട്രിഷ്യൽ സോളിഡ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആണ്. അങ്ങനത്തെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ആയിട്ടാണ്, വേറെ എലമെന്റ് ആയിട്ടുള്ള മിക്സ്ചർ ആയിട്ടാണ് ഈ ഫെറൈറ്റിലും പിയർലൈറ്റിലും സിമന്റൈറ്റിലും ഉണ്ടാവുക. പക്ഷെ ഗ്രാഫൈറ്റിൽ കാർബൺ ഫ്രീ ആയിട്ടാണ് കാണുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ കോസ്റ്റ് റെഫേഴ്സ് ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്സ്, ഫാക്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, ഫാക്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെയിൽസ് ഓവർഹെഡ്സ്, ഫാക്ടറി അഡ്മിനിസ്ട്രേറ്റീവ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. അതിന്റെ കറക്റ്റ് ആൻസർ ഫാക്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ആണ്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റിന് കൂടെ എന്ത് കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് എലമെന്റ് ഓഫ് കോസ്റ്റ് അറിയണം, ലാഡർ ഓഫ് കോസ്റ്റ് അറിയണം. ഇതാണ് ലാഡർ ഓഫ് കോസ്റ്റ്. അതായത് ഒരു മെറ്റീരിയൽ, ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി പുറത്തു പോകുന്നത് വരെ അതിൻ്റെ കോസ്റ്റ് വേരി ചെയ്യും. ഓക്കെ, അതെങ്ങനെയൊക്കെ വേരി ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു സാധനം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ വേണമല്ലോ അല്ലേ? അപ്പം മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഉണ്ടാകും, അതിൻ്റെ ലേബർ കോസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാവും. ഓക്കെ, അത് മൂന്നൂടെ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. ഓക്കെ, പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡ്സും ഫാക്ടറിയിൽ വരുന്ന ചെലവുകൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. ആ ഫാക്ടറിയിൽ നിന്നും ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്. ഫാക്ടറിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, അതായത് ക്ലർക്കിന് കൊടുക്കുന്ന ശമ്പളം, മാനേജർക്ക് കൊടുക്കുന്ന ശമ്പളം, അതുപോലെ ഓഫീസ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അതിൻ്റെ സാധനങ്ങൾ, A4, പിന്ന്, സ്റ്റാപ്ലർ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ കിട്ടുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. അതിൻ്റെ കൂടെ ഫാക്ടറി കോസ്റ്റ് കൂട്ടിയാലാണ് എന്ത് കിട്ടുക? പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടുക. ഓക്കെ, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തു പോകുന്ന കോസ്റ്റാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ ചോദിച്ചത്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ് കൂടെ എന്താണ് കൂട്ടിയാൽ കിട്ടുന്നത്? ഫാക്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ഇവിടെ നോക്കി നോക്കിയാൽ കാണാൻ കണ്ടല്ലോ, ഇവിടെ പ്രൈം കോസ്റ്റിന് കൂടെ ഫാക്ടറിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സും കൂട്ടിയാലാണ് പ്രൊഡക്ഷൻ കിട്ടുക. ഓക്കെ, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്, ഇതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഇനി പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ കൂടെ ഇനി പുറത്തെത്തി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഏജന്റിന് കൊടുക്കുന്ന പൈസ കൂടെ കൂട്ടിയാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് കൂടെ നമ്മൾ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അത് നമുക്ക് പുറത്ത് വിൽക്കുന്ന പൈസ. പിന്നെ മാർക്കറ്റിലെത്തി നമുക്ക് റീറ്റെയിലറിൻ്റെ അടുത്തെത്തി, പിന്നെ അവർ കൊടുക്കുന്ന ഡിസ്കൗണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആയി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ഹെക്സഗൺ ഇസ് 30, 60, 120, 150 degrees.
ഹെക്സഗണിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഹെക്സഗൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹെക്സഗണിൻ്റെ ഉള്ളിലുള്ള കോണളവ്, അതാണ് ഇൻക്ലൂഡ് ആംഗിൾ എന്നത്. ഹെക്സഗണിൻ്റെ 120 ഡിഗ്രി ആയിരിക്കും. ഇനി പെൻറ്റഗൺ ആണെങ്കിലോ നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. പെൻറ്റഗൺ ആണെങ്കിൽ 108 ഡിഗ്രി ആയിരിക്കും. ഹെപ്റ്റഗൺ ആണെങ്കിൽ 128 ഡിഗ്രി ആയിരിക്കും. ഒക്ടഗൺ ആണെങ്കിൽ 135 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെക്കാനിക്കലിൻ്റെ രണ്ടാമത്തെ സെറ്റിൻ്റെ സോൾവ്. നിങ്ങൾ കറക്റ്റായിട്ട് നോട്ടിൽ എഴുതി വെച്ച് പഠിക്കുക. നമുക്ക് വരുന്ന 15-ാം തീയതിയാണ് ഇപ്പോൾ എത്താനായി, ഡേറ്റ് എത്താനായി. അപ്പോൾ ഇതും ആ ഓട്ടോമൊബൈൽ സെക്ഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഓട്ടോമൊബൈൽ മെക്കാനിക്കലാണ് കാര്യമായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.